നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫയ്ക്കെതിരെയും ഫിഫയുടെ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോയ്ക്കെതിരെയുമുള്ള പരാതികൾ കൂടുകയാണ്. ഇപ്പോൾ ജോർദാൻ എഫ്.എയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള അവിടുത്തെ പ്രിൻസ് അലി ബിൻ അൽ ഹുസൈന് തുറന്ന് തന്നെ പറയുകയാണ്, ബ്ലാക്ക് മെയിലിംഗ് നടന്നു, തങ്ങൾക്ക് തരേണ്ട സമ്മാനത്തുക നൽകുന്നില്ല ഫിഫ. അത് ചോദിക്കുമ്പോൾ ഇൻഫാന്റിനോയുടെ ഇലക്ഷന് സഹായിക്കണം, അതിന് സപ്പോർട്ട് കൊടുക്കണം, എന്നാ കാര്യങ്ങളൊക്കെ എളുപ്പത്തിലാക്കി തരാമെന്ന് പറഞ്ഞു. വാവ്, എന്ത് പരിപാടിയാണ് ഇവിടെ ചെയ്യുന്നത് എന്നുള്ളത് ഇപ്പോൾ തുറന്ന് കാണിക്കപ്പെടുകയാണ്. ഇൻഫാന്റിനോ വീഴും എന്നത് യുവേഫ വിശ്വസിക്കുന്നുണ്ട്. അതേ രൂപത്തിലേക്ക് മറ്റ് അസോസിയേഷനുകളും വരുന്നു. ജോർദാൻ എഫ്.എയുടെ പ്രസിഡൻറ്റിൻ്റെ അലി അൽ ഹുസൈൻ്റെ എക്സ് അക്കൗണ്ടിലൂടെയുള്ള തുറന്നു പറച്ചിൽ നമ്മൾ നോക്കുകയാണ്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഓരോന്നായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ദർ ഇസ് നോ ഷോർട്ടേജ് ഓഫ് ഇഷ്യൂ റിഗാർഡിംഗ് ഫിഫ. ലെറ്റ് മീ സ്റ്റാർട്ട് ബൈ ക്ലാരിഫൈങ് വാട്ട് സം ഓഫ് ദീസ് ആർ ഫ്രം എഫ് എ പെർസ്പെക്റ്റീവ്, ഇൻ പെർട്ടിക്കുലർ ദാറ്റ് ഓഫ് ജോർദാൻ ഗോയിങ് ഇൻ ടു വേൾഡ് കപ്പ് ഫോർ ദി ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിശദമായിട്ട് തുടങ്ങുകയാണ്. ജോർദാൻ വേൾഡ് കപ്പിൽ പങ്കെടുത്തു. ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്നത്. ഞങ്ങളൊരു ചെറിയ രാജ്യമാണ്, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഫെഡറൽ ബജറ്റാണ് ഫുട്ബോളിനുള്ളത്, ആൻഡ് ഹാവ് ഫേസ്ഡ് എനോർമസ് ഓബ്സ്റ്റക്കിൾസ്. എന്നിട്ടും ഞങ്ങൾ വേൾഡ് കപ്പിന് പോയി കളിച്ചു. ഒന്നാമത്തെ കാര്യം, അവിടെ ഞങ്ങളുടെ ഫാൻസിന് പലർക്കും യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റിയില്ല. അത് ടിക്കറ്റുകളൊക്കെ ഉണ്ടായിട്ടും, ടിക്കറ്റ് കയ്യിലുണ്ടായിട്ടും വിസ ലഭിച്ചില്ല. ഈ ടിക്കറ്റാണെങ്കിലോ വമ്പൻ പ്രൈസിന് ഫിഫ വിറ്റ ടിക്കറ്റുകളാണ്. രണ്ടാമത്തെ കാര്യം, US ഗവൺമെൻറ് ഫിഫയിലൂടെ ഞങ്ങളിൽ നിന്ന് പാർട്ടിസിപ്പേഷന് വൻ തുകയാണ് ടാക്സായിട്ട് പിടിച്ചെടുത്തത്. ഈ മണി യഥാർത്ഥത്തിൽ പ്ലെയേഴ്സിനും സ്റ്റാഫിനും ലഭിക്കേണ്ടതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ട്രെയിനിങ് ക്യാമ്പ് കാനഡയിലും മെക്സിക്കോയിലും ഉണ്ടായിരുന്ന ടീമുകൾക്ക് ഇത് ബാധകമായിട്ടില്ല എന്നുള്ളതാണ്. ഞങ്ങൾ ഓൺ ദി അതർ ഹാൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലായിരുന്നു ഞങ്ങളുടെ ട്രെയിനിങ് ക്യാമ്പൊക്കെ ഉണ്ടായിരുന്നത്. ഫേസ്ഡ് സിഗ്നിഫിക്കൻറ്റ് ടാക്സ് കോസ്റ്റ് റിലേറ്റഡ് ടു അവർ പാർട്ടിസിപ്പേഷൻ. ഇനി മൂന്നാമത്തെ കാര്യം, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അക്യൂസേഷനായിട്ട് വരുന്നത്. സിൻസ് ഡിസംബർ ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് ഞങ്ങളുടെ ബോണസ് ലഭിക്കുന്നതിന് വേണ്ടി. അറബ് കപ്പ്, ഞങ്ങൾ ഖത്തറിൽ വെച്ച് അറബ് കപ്പ് കളിച്ചിരുന്നു. അത് ഫിഫ ഓർഗനൈസ് ചെയ്തതാണ്, ഫിഫ അറബ് കപ്പായിരുന്നു. അതിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കേണ്ട ബോണസിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. അതായത് ടീം ഫൈനലിലെത്തി, അപ്പോൾ അതിന് കിട്ടേണ്ട സമ്മാനത്തുകയുണ്ട്, അത് ഇതുവരെ ഫിഫ തന്നിട്ടില്ല. ഫിഫ അതേസമയം കയ്യിൽ വലിയ ബില്യൺ കണക്കിന് തുക കയ്യിൽ വെക്കുന്നുമുണ്ട്. പ്രോബ്ലം വളരെ കൃത്യമാണ്, ലീഡർഷിപ്പിൻ്റെ ഭാഗത്താണ് ഇവിടെ പ്രോബ്ലം ഉള്ളത്. മാസങ്ങളായിട്ട് ഫിഫ ഈ പണം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അസിസ്റ്റൻസും ഞങ്ങൾക്ക് തന്നിട്ടില്ല. ഇതിൽ മാത്രമല്ല, മറ്റ് മാറ്റേഴ്സിലും ഫിഫയുടെ ഭാഗത്തുനിന്നുള്ള അസിസ്റ്റൻസ് ലഭിച്ചിട്ടില്ല. ഇപ്പോൾ ഈ വേൾഡ് കപ്പിൻ്റെ സമയം വരെ, വേൾഡ് കപ്പിൻ്റെ സമയത്ത് വെർബലി എന്നെ അറിയിച്ച കാര്യം എന്താണെന്നറിയോ, ഇൻഫാന്റിനോയുടെ റീ ഇലക്ഷനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് വലിയ രൂപത്തിലുള്ള സഹായം ഫിഫയുടെ ഭാഗത്ത് നിന്ന് തരാമെന്ന്. ജോർദനിൽ ഞങ്ങളുടെ എത്തിക്കൽ വാല്യൂസ് ഉയർത്തിപ്പിടിക്കുന്നവരാണ്. ഞങ്ങളത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ കാര്യസാധ്യത്തിന് വേണ്ടി ആ വാല്യൂസിനെ ഒഴിവാക്കുന്നത് മുമ്പും ചെയ്തിട്ടില്ല, സെർട്ടൻലി ഇനിയും അതൊരിക്കലും ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ഈ ഓൾ അഫെയർ ശരിക്കും പറഞ്ഞാൽ ഒരു ബ്ലാക്ക് മെയിലാണ്. ഞങ്ങൾ അതിൽ തലവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെ വളരെ കൃത്യമായിട്ട് അവരുടെ FA പ്രസിഡന്റ് പ്രിൻസ് അലി അൽ ഹുസൈൻ തുറന്നു പറയുന്നു. ഏതായാലും ഇൻഫാന്റിനോക്ക് മറ്റൊരടി കൂടി കിട്ടുന്നു എന്ന് വേണം കരുതാൻ. നേരത്തെ തന്നെ വെയിൽസ് FAയും ഇംഗ്ലീഷ് FAയും ഒക്കെ അവരുടെ സപ്പോർട്ട്, ഇൻഫാന്റിനോക്കുള്ള സപ്പോർട്ട് പിൻവലിച്ചിരുന്നു. പല FAകളും അവരുടെ സപ്പോർട്ട് പിൻവലിക്കുന്നു. UEFA വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്, അന്ത്യശാസനം എന്ന പോലെ തന്നെ കൊടുത്തിട്ടുള്ളത്, ഒന്നുകിൽ രാജിവെക്കുക, അല്ലാത്ത പക്ഷം നോ കോൺഫിഡൻസ് മോഷൻ കൊണ്ടുവരും.
അങ്ങനെ വോട്ട് ചെയ്ത് പുറത്താക്കും എന്നാണ് ഇപ്പോൾ യുവേഫ ഇൻഫാൻറ്റിനോയെ അറിയിച്ചിട്ടുള്ളത്. രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ട്രംപ് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ഇൻഫാൻറ്റിനോ കോൺടാക്ട് ചെയ്തു എന്നുള്ള വാർത്തകളൊക്കെ ഇന്നലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ടെലഗ്രാഫും ന്യൂയോർക്ക് ടൈംസും ഒക്കെ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ആഴ്സൺ വെങ്കർ, അതുപോലെ മാറ്റിയാസ് ഗ്രാഫ്സ്റ്റോം തുടങ്ങിയ ഇൻഫാൻറ്റിനോയുടെ ഇടങ്കയും വലങ്കയും ഒക്കെ പ്രവർത്തിച്ചിരുന്നവർ അദ്ദേഹത്തിനെതിരെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്നു നമ്മൾ കണ്ടു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.